ഇത് നിന്റെ നെഞ്ചത്തിലേക്കാ ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തെല്ലാം ദുസ്വഭാവങ്ങളാണ് അവൾക്ക്. പടച്ചവനെ നീ തിരുത്താറില്ലല്ലോ, എന്തുകൊണ്ട് തിരുത്തുന്നില്ല, എന്തുകൊണ്ട് തിരുത്തി കൊടുക്കുന്നില്ല? പടച്ചവനെ തെറ്റ് തന്നെയാണല്ലോ, അതാര് ചെയ്താലും തെറ്റ് തന്നെയാണല്ലോ. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്തിരുന്നു കൊണ്ട് ഏസലി പറയുമല്ലോ, പരദൂഷണം പറയുമല്ലോ, മറ്റുള്ളവരെ കുറ്റം പറയുമല്ലോ. എടാ, തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്തതെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. പ്രവാചകൻ പറയുമായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖുൽതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ കദാ വകദാ فقال صلى الله عليه وسلم لقد قلت كلمة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, നബിയേ, അവിടെന്ന് പറഞ്ഞു, നബിയേ, സഫിയ നീളം കുറഞ്ഞവളാ. സഫിയ എന്ന് പറയുന്ന മഹദിയെ കുറിച്ച് അവൾ നീളം കുറഞ്ഞവളാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് പറയുമല്ലോ. നിന്റെ ഭാര്യ അയൽവാസിയെ കുറിച്ച്, ഏട്ടന്റെ ഭാര്യയെ കുറിച്ച്, അനിയന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ പെങ്ങളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച് അവൾ അങ്ങനത്തെവളാണ്, ഇവൾ ഇങ്ങനത്തെവളാണ്, അവൾ അങ്ങനെ ചെയ്യുന്നവനാണ്, ഇവൻ ഇങ്ങനെ ചെയ്യുന്നവനാണ്, അവൾ നീളം കുറഞ്ഞവളാണെന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവളെ പച്ച ഇറച്ചി തിന്നില്ല, അവളെ പച്ചയ്ക്ക് കത്തിച്ചില്ല, അവളെ നാണം കെടുത്തിയില്ല. പടച്ചവനെ, മുത്തുനബി അങ്ങനെയായിരുന്നു. തെറ്റ് കണ്ടാ തിരുത്തുമായിരുന്നു. അത് മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീടിനകത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ മുഖം ചുമക്കുകയാ. പ്രവാചകന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, റസൂലുള്ളാഹിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുഖം ചുമന്നു തുടുത്തു, വല്ലാത്ത ദേഷ്യം വന്നു. ആയിഷ ബീബി പേടിച്ചു പോയി. എന്തേ നബിയെ, എന്തു പറ്റി നബിയെ? ആയിഷ, നീ കിടക്കുന്ന വിരിപ്പ് നീ കണ്ടില്ലേ? നീ കിടക്കുന്ന വിരിപ്പ് കണ്ടില്ലേ? നീ കിടക്കുന്ന വിരിപ്പ് നീ കണ്ടില്ലേ? ആ വിരിപ്പിന്റെ അകത്തൊരു ചിത്രമുണ്ടായിരുന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി. ആയിഷ ബീബി വിരിച്ചിരുന്ന വിരിപ്പിന്റെ അകത്ത് ഒരു ചിത്രമുണ്ടായിരുന്നു, ഒരു ജീവിയുടെ പടം ഉണ്ടായിരുന്നു. ഈ പടം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപം കൊണ്ടിട്ട്, നീ ഇത് കണ്ടില്ലേ? ഇതുള്ള വീട്ടിൽ മലക്ക് വരൂന്ന് നിനക്കറിയില്ലേ? മനുഷ്യൻ, ഈ ജീവികളുടെ രൂപമുള്ള വീട്ടിൽ മലക്കുകൾ വരില്ല എന്ന് നിനക്കറിയില്ലേ? നീ എന്താ ഇത് കാണിക്കുന്നത്? അത് മുറിച്ചുകള ആയിഷ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ നിങ്ങൾ നോക്കടോ, വീടിൻ്റെ അകത്ത് വിരിച്ചിട്ടിരുന്ന ഒരു പുതപ്പിൻ്റെ അകത്ത് ഒരു ചിത്രം കണ്ടപ്പോ ഈ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരത്തില്ല, ഇത് വെട്ടിമുറിച്ച് കളയെന്ന് മുത്തുനബി പറഞ്ഞെങ്കിൽ നമ്മുടെ വീടിനകത്ത് അവസ്ഥ ആലോചിക്കുക. നമ്മുടെ വീടിനകത്ത് അവസ്ഥ ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. അവിടെ മലക്കില്ല, പിന്നെ കുഴപ്പമില്ല, വരുന്നുണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാന്റെ മലക്ക് വീട്ടിൽ വന്നാലല്ലേ കുഴപ്പമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഹദീസ് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. എന്തായാലും വെറുതെ പറഞ്ഞ് എന്തായാലും വിവാദത്തിന് കൊടുക്കില്ല. ഞാൻ അതിന്റെ ഹദീസ് ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ പറയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, സ്വഹാബ തെറ്റ് കണ്ടാ നിങ്ങൾ തിരുത്തണേ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അനുവാദം കൊടുക്കരുത്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ സമ്മതം കൊടുക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഈ നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന അനാചാരങ്ങള്, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മൾ തിരുത്തുകയില്ലല്ലോ, നമ്മളത് തിരുത്താൻ തയ്യാറല്ലല്ലോ. എന്തുകൊണ്ട് നമ്മളത് തിരുത്തി കൊടുക്കുന്നില്ല? അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ തലമറയ്ക്കാതെ നടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതു മനുഷ്യനാവുള്ളത്? ഉടുതുണി ഉരിഞ്ഞിട്ട് കിടന്ന് ആടുന്ന ആണിന്റെയും പെണ്ണിന്റെയും സിനിമ കണ്ട് ആസ്വദിക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതു ഭർത്താവുള്ളത്? നിസ്കരിക്കാതെ കിടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏത് ഭർത്താവുള്ളത്? എല്ലാവർക്കും അറിയുമല്ലോ. പക്ഷേ നമ്മൾ തിരുത്താ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ വല്ലാതെ പേടിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, പടച്ചവനെ, നമ്മുടെ മക്കൾ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ വളരുന്നത്? നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വളരുന്നത്. പടച്ചവനെ, ബാപ്പയും ഉമ്മയുടെയും സ്വഭാവം മക്കൾ കണ്ടുകൊണ്ട് വളരുകയാ. എന്തിനാ സഹോദരാ പെണ്ണിനെ ഇത്രയും സൂക്ഷിക്കാ പറയുന്നത്? എന്തിനാ? പെണ്ണിനോട് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ടല്ല. ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഭർത്താവും മാതാപിതാക്കളും സൂക്ഷിക്കണമെന്ന് പറയാറുള്ള കാരണം എന്താ? ഒരു പെണ്ണ് നന്നായാ എല്ലാം നന്നാകുമല്ലോ, ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാകുമല്ലോ. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിന്റെ അകത്തെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ, ഒരു നല്ല ഉമ്മയുടെ ഗർഭാശയത്തിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു നല്ല ഉമ്മാനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ, ഒരു നല്ല ഉമ്മയെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. പെണ്ണ് കെട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാര്, പെൺമക്കൾക്ക് ആ ഭർത്താവിനെ തെരഞ്ഞു നടക്കുന്ന ഉപ്പമാരോട് നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല പെണ്ണിനെ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജാ ഖലീഫയായിട്ടിരിക്കുമ്പോ രാത്രി ഇറങ്ങി നടക്കുകയാണ്, രാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ്. തന്റെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചറിയാ ഉമർ തങ്ങൾ ഉറക്കമൊടിച്ചിട്ട് നടക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു കുടിലിനകത്ത് വഴക്ക് നടക്കുകയാ. ഒരുമ്മയും മകളും കൂടെ വീടിനകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഒരുമ്മയും മകളും വല്ലാതെ വഴക്ക് കൂടുകയാണ്. എന്താ കാരണമെന്നറിയുവോ? ഉമ്മ പറഞ്ഞു, മോളെ, പാലില് വെള്ളം കലർത്താൻ ഉമ്മ പറയുകയാ. ഉമ്മ തന്റെ മകളോട് പറയുന്നു, പാലില് വെള്ളം കലർത്താൻ. ഉമ്മയോട് തന്റെ പൊന്നുമോള് പറഞ്ഞു, ഉമ്മ, ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യം ഭരിക്കുന്നത്. പടച്ചവനെ, അതാ പിടിച്ചാൽ വല്ലാത്ത ശിക്ഷയാണല്ലോ. ഉമർ തങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്കുകയാണ്. പൊന്നുമകൾ ഉമ്മയോട് പറയുകയാ. ആ സമയത്ത് ഉമ്മ പറയുന്നു, മോളെ, ഉമറങ്ങു മദീനയിലല്ലേ, ഉമർ തന്റെ വീടിനകത്തല്ലേ, ഈ രാത്രിയിൽ നമ്മൾ വെള്ളമൊഴിക്കുന്നത് ഉമർ അറിയില്ലല്ലോ.
പിന്നെ എന്തിനാ പേടിക്കുന്നത്? പാലിന്റെ അകത്ത് വെള്ളമൊടിക്കാൻ ഉമ്മ അതാ പൊന്നുമകളോട് അവിടെ നിന്ന് കൽപ്പിക്കുമ്പോ പൊന്നുമോള് പറഞ്ഞു, ഉമ്മ ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ, ഉമർ അറിഞ്ഞില്ലെങ്കിലും ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു അറിയുമല്ലോ. പടച്ചവരെ പൊന്നുമകൾ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോയി. പടച്ചവനെ സുബഹി നമസ്കാരം കഴിഞ്ഞു. ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ വീട്ടുകാർ മരണമാണ്, അവർക്ക് വല്ലാത്ത പട്ടിണിയാണ്. ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. ഉമ്മ തന്റെ പൊന്നുമകളോട് പാലിൽ വെള്ളം കലർത്താൻ പറയാറുള്ള കാരണം എന്തെന്നറിയോ? ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞിരിക്കുകയാ. ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു പോയപ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, വീടിന്റെ അകത്ത് പട്ടിണിയാണ്. അതുകൊണ്ടാണ് ഉമ്മ തന്റെ പൊന്നുമകളോട് പാലില് വെള്ളം കലർത്താൻ പറഞ്ഞിരിക്കുന്നത്. ഉമർ തങ്ങൾ അറിയുകയാ, ഉമർ തങ്ങൾ അറിയുകയാ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീടിനകത്തേക്ക് കടന്നു പോവുകയാണ്. തന്റെ ആമക്കളെ വിളിക്കുകയാണ്. തന്റെ ആമക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, മക്കളെ, ഒരു പാവപ്പെട്ട യതീമായ പെൺകുട്ടിയുണ്ട്, ഒരു പാവപ്പെട്ട യതീമായ പെൺകുട്ടിയുണ്ട്. അല്ലാഹുവിനെ വല്ലാത്ത പേടിയുള്ള പെൺകുട്ടിയാണ്. എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമായിരുന്നു. എനിക്കതിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് ചോദിക്കുകയാണ്. ആസിം എന്ന് പറയുന്ന മകനോട് രണ്ട് മക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, പെണ്ണ് കെട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നു ആ പെണ്ണിന്. കാരണം അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ, അവൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാ. അവൾ തെറ്റ് ചെയ്യാത്ത പെണ്ണാണ്, അവൾ ഹറാമ് ചെയ്യാത്ത പെണ്ണാണ്, പടച്ചവനെ പേടിച്ച് നടക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങളിൽ ആരാണ് അവളെ വിവാഹം കഴിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ആസിം എന്ന് പറയുന്ന പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ഞാൻ തയ്യാറാണ്. പണമില്ലെങ്കിലും യതീമാണെങ്കിലും പാവപ്പെട്ടവളാണെങ്കിലും ഇസ്ലാമിന്റെ ഖലീഫയുടെ മകനാണ് പറയുന്നത്. അല്ലാഹുവിനെ പേടിയുള്ളവളാണല്ലോ, അവൾ ഈമാനുള്ളവളാണല്ലോ, അവൾ ദീനുള്ളവളാണല്ലോ. അവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. ആ യതീമായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് രണ്ടുപേരും കുടുംബജീവിതം നയിക്കുകയാണ്. അവരുടെ തലമുറയിലാണ്, അവരുടെ തലമുറയിലാണ് പടച്ച റബ്ബ് കൊടുത്തതാരെയെന്നറിയുവോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആ മഹാന പടച്ച റബ്ബ് കൊടുത്തതാ കുടുംബ പരമ്പരയിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമല്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരെന്നറിയോ? പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വരികയാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. എന്തിനാ ഖിദ്മത്ത് ചെയ്യാറ്? മരിക്കാൻ പോകുകയാണല്ലോ, അവസാനമായിട്ടൊന്ന് ഖിദ്മത്ത് ചെയ്യാറ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, പെണ്ണേ, എനിക്കെല്ലാം പൊരുത്തപ്പെടണ. യാത്ര പറയുകയാണ്, യാത്ര പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ വീടിന്റെ വെളിയിലിറങ്ങ്, എന്റെ അടുക്കൽ നിൽക്കല്ലേ, എന്റെ അടുക്കൽ നിൽക്കല്ലേ. എന്നെ കാണാൻ അതിഥികൾ വരാ സമയമായി, എന്നെ കാണാൻ അതിഥികൾ വരാ സമയമായി. നീ വീടിന്റെ പുറത്തിറങ്ങണേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു
മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്റെ ചാരത്ത് നിൽക്കുന്ന ഭാര്യയെ പുറത്തിറക്കുകയാ. വാതിലടയ്ക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, പടച്ചവനെ, ഭർത്താവ് വീടിനകത്ത് കിടന്ന് സംസാരിക്കുകയാ. അവിടുന്ന് സലാമടക്കുകയാ, അവിടുന്ന് സലാമടക്കുകയാ. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ്. ആരോടാണ് ഭർത്താവ് സംസാരിക്കുന്നത്? ആരോടാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സംസാരിക്കുന്നത്? പടച്ചവനെ, ഒന്നും കാണുന്നില്ലല്ലോ. അവസാനം കുറച്ചു കഴിഞ്ഞപ്പോ വീടിന്റെ റൂമിന്റെ അകത്ത് ശബ്ദമില്ല. റൂമിന്റെ അകത്ത് ശബ്ദം കേൾക്കുന്നില്ല. പടച്ചവനെ, വാതില് തുറന്നു. പടച്ചവനെ, വാതില് തുറന്നു. റൂമിന്റെ അകത്ത് വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമടിക്കുകയാ. പടച്ചറബ്ബേ, ചെന്ന് നോക്കിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അല്ലാഹുവേ, പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുകയാ. ഭാര്യ വീടിന്റെ വെളിയിൽ നിന്നിട്ട് തന്റെ ഭർത്താവ് മലക്കുകളോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്, സലാമടക്കുന്നത് കേൾക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുഖത്തേക്ക് തുണിയിട്ട ഭർത്താവ് പിന്നെ എഴുന്നേറ്റില്ല. പടച്ചവനെ, ആ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പടച്ചവനെ, മയ്യത്ത് കുളിപ്പിച്ചവർ നോക്കുമ്പോ ശരീരം മുഴുവനും വലിയ വലിയ അടയാളങ്ങൾ കാണുകയാ. ചാട്ടവാറ് കൊണ്ട് തല്ലിയ അടയാളങ്ങൾ കാണുകയാ. എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയില്ലല്ലോ, എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയില്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് ജനങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മരണപ്പെട്ടു പോയ ഭർത്താവിനെ കുറിച്ച് തന്റെ ഭാര്യയോട് അവിടുന്ന് ജനങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോ അവിടുന്നൊരു ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ലോകത്ത് അല്ലാഹനെ പേടിയില്ല, എന്റെ ഭർത്താവിനെ പോലെ പടച്ചറപ്പിനെ പേടിച്ച ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല.